Now the logical group of instructions. This also come to 19. The first one, AND operations. There are 3 AND operations, 3 OR operations, 3 XOR operations. Overall 9 different operations coming in these basic gate operations. First of all, AND the content of the accumulator with the content of the register whose symbol is mentioned. Bitwise AND operation will be performed in this case. That is, 0th bit of the register whose symbol is mentioned in the instruction will be ANDed with the 0th bit of the accumulator, and the relevant or corresponding place values will be then ANDed all at once. അപ്പോൾ ഇതിൽ സംഭവിക്കുക ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ആണ്. അക്യുമുലേറ്ററിൻ്റെ ഒരു പർട്ടിക്കുലർ ബിറ്റും ഏത് രജിസ്റ്ററിൻ്റെ സിമ്പിളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ രജിസ്റ്ററിൻ്റെ കറസ്പോണ്ടിങ് ബിറ്റും തമ്മിൽ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ നടത്തും. So this asks the processor to perform bitwise AND operation of the content of the accumulator with the content of the register whose symbol is mentioned and place the result in the accumulator register. And Boolean rules ഒക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. 0 and 0, 0, 0 and 1, 0, 1 and 0, 0, 1 and 1, 1. അപ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടന്റ് is accumulator register. Accumulatorന്റെ 0th ബിറ്റ് ആണിത്. Let it be 0. Say A0 എന്ന് ആണ് കാണിക്കാറുള്ളത്. A1 അങ്ങനെ A7 വരെ വരും. അപ്പോൾ 0 മുതൽ 7 വരെ 8 ബിറ്റുകളായി. Let this be 1. And let me have this instruction as say ANAB. അപ്പോൾ ബി രജിസ്റ്ററിലെ കണ്ടന്റുമായിട്ടാണ് ആൻഡ് ഓപ്പറേഷൻ നടത്തേണ്ടത്. ബി രജിസ്റ്ററിലെ കണ്ടന്റ് ലെറ്റ് ദിസ് ബി സേ 0th bit, let this be say 1 and this be again say 1. അപ്പോൾ റിസൾട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കുക ഇതും തമ്മിൽ ഈ ബിറ്റ് വൈസ് ഓപ്പറേഷൻ ആണ് നടക്കുക. 0 and 1 0 ആണ്. അപ്പോൾ അക്യുമുലേറ്ററിന്റെ ഈ പ്ലേസ് വാല്യൂ 0 എന്നായിട്ട് തന്നെ മാറും. 1 and 1 ആണ്. അപ്പോൾ അക്യുമുലേറ്ററിലെ പ്ലേസ് വാല്യൂ 1 എന്നായിട്ട് മാറും. ഇവിടെയുള്ള 0, 1 മാറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ആണ് നടത്തിയേക്കുന്നത്. സോ ദിസ് ഈസ് ദി meaning of this instruction. This asks the processor to perform bitwise AND operation of the content of the accumulator with the content of the register whose symbol is mentioned. This is a 1-byte instruction. Asks the processor to do this operation or activity. 1-byte instruction ആണ്. opcode fetch operation മാത്രമേ ആവശ്യമുള്ളൂ. opcode fetch ചെയ്ത് 4ാമത്തെ ടി സ്റ്റേറ്റിൽ ഡീകോഡ് ചെയ്യുന്ന നേരം മനസ്സിലാവും അക്യുമുലേറ്ററിലെ കണ്ടന്റും രജിസ്റ്ററിലെ കണ്ടന്റുമാണ് രണ്ടും പ്രോസസ്സറിനകത്ത് തന്നെ ഉണ്ട്. ആൾ അറ്റ് എ സഡൻ ഓപ്പറേഷൻ നടക്കും. 4 ടി സ്റ്റേറ്റ് അഡ്രസ്സിംഗ് മോഡ് ഇത് ഇംപ്ലിസിറ്റ് ആണ്, ഇത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. എല്ലാ സ്റ്റാറ്റസ് ഫ്ലാഗിനെയും അഫക്റ്റ് ചെയ്യും. ഇനി ഇതേപോലെ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ വിത്ത് ദ കണ്ടന്റ് ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ പോയിന്റഡ് ബൈ HL പെയർ. അപ്പോൾ ഇവിടെ 2 മെഷീൻ സൈക്കിൾ ഉണ്ടാവും. ഓപ്കോഡ് ഫെച്ചും പിന്നെ ഈ മെമ്മറിയിലെ കണ്ടന്റ് കൊണ്ടുവരണം പ്രോസസ്സറിനകത്തേക്ക്, എന്നിട്ട് വേണം ആൻഡ് ഓപ്പറേഷൻ നടത്താനായിട്ട്. അപ്പോൾ ഒരു മെമ്മറി റീഡ് ഓപ്പറേഷനും 2 മെഷീൻ സൈക്കിള് 4, 3, 7 ടി സ്റ്റേറ്റ്. അഡ്രസ്സിംഗ് മോഡ് ഇത് ഇംപ്ലിസിറ്റ് ആണ്. HL പെയർ ഇൻഡയറക്റ്റ് ആയി യൂസ് ചെയ്തുകൊണ്ട് ഈ ഓപ്പറന്റിന്റെ കേസിൽ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. നൗ ആൻഡ് ദ ഇമ്മീഡിയറ്റ് ഡാറ്റ വിത്ത് ദി കണ്ടന്റ് ഓഫ് ദി അക്യുമുലേറ്റർ. സോ ദിസ് എ 2-byte instruction. And it will be written in 2 consecutive memory locations in a program. അക്യുമുലേറ്ററിലെ കണ്ടന്റും ഇമ്മീഡിയറ്റ് ഡാറ്റയും തമ്മിൽ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ നടത്തണം. അപ്പോൾ ഒരു ഓപ്കോഡ് ഫെച്ച് മെഷീൻ സൈക്കിൾ ഉണ്ടാകും. അന്നേരം ANIയുടെ കോഡാണ് കൊണ്ടുവന്നു ഡീകോഡ് ചെയ്തു 4ാമത്തെ ടി സ്റ്റേറ്റിൽ. അപ്പോൾ പ്രോസസ്സറിന് മനസ്സിലായി അക്യുമുലേറ്ററിലെ കണ്ടന്റും ഈ ഇമ്മീഡിയറ്റ് ഡാറ്റ പ്രോഗ്രാമിൽ അടുത്ത മെമ്മറി ലൊക്കേഷനിലേക്ക് കിടക്കുന്ന ഇമ്മീഡിയറ്റ് ഡാറ്റ അപ്പോൾ പ്രോസസ്സറിനകത്തേക്ക് കൊണ്ടുവരണം. അതിനൊരു മെമ്മറി റീഡ് ഓപ്പറേഷനും കൂടി നടക്കണം. സോ 2 മെഷീൻ സൈക്കിളിന്റെ ഇറ്റ്സ് എ മിസ്റ്റേക്ക് ഹിയർ. മിസ്റ്റേക്ക് അല്ല, കോപ്പി ചെയ്തിട്ട് ഞാൻ പിന്നെ ഇവിടെ എഡിറ്റ് ചെയ്തില്ല തോന്നുന്നു. ഓപ്കോഡ് ഫെച്ചും മെമ്മറി റീഡും ടോട്ടൽ 7 ടി സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. സോ ദർ വിൽ ബി ഓപ്കോഡ് ഫെച്ച് ആൻഡ് മെമ്മറി റീഡ്. അഡ്രസ്സിംഗ് മോഡ്
this is implicit and this is immediate. This is also a mistake. This is immediate addressing mode. ഞാൻ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നിന്ന് കോപ്പി ചെയ്തിട്ടത് പിന്നെ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. ദിസ് ഈസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. All status flags will be affected. Now the fourth one, OR operations. ഇതുപോലെ തന്നെ അക്യുമുലേറ്ററിലെ കണ്ടന്റും രജിസ്റ്ററിലെ കണ്ടന്റും തമ്മിൽ OR ഓപ്പറേഷൻ, അക്യുമുലേറ്ററിലെ കണ്ടന്റും HL പെയർ പോയിന്റ് ചെയ്യുന്ന മെമ്മറിയിലെ കണ്ടന്റും തമ്മിൽ OR ഓപ്പറേഷൻ, അക്യുമുലേറ്ററിലെ കണ്ടന്റും ഇമ്മീഡിയറ്റ് ഡാറ്റയും തമ്മിൽ OR ഓപ്പറേഷൻ. OR ഓപ്പറേഷന്റെ സിമ്പലാണ് ഈ കാണിച്ചേക്കുന്നത്. ദിസ് instruction ORA B, ORA C, etc. asks the processor to perform bitwise OR operation of the content of the accumulator with the content of the register whose symbol is mentioned and place the result in the accumulator. Opcode fetch machine cycle മാത്രമേ ആവശ്യമുള്ളൂ. 1 byte ഇൻസ്ട്രക്ഷൻ ആണ്. ഓപ്പറൻസ് ഒക്കെ പ്രോസസ്സറിനകത്ത് തന്നെ ഉണ്ട്. ഓവറോൾ 4 T സ്റ്റേറ്റ് ആണ് ഉണ്ടായിരിക്കുക. അഡ്രസ്സിംഗ് മോഡ് ഇത് ഇംപ്ലിസിറ്റ് ആണ്. ഇത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇറ്റ്സ് നോട്ട് രജിസ്റ്റർ ഇൻഡയറക്റ്റ്, ഇറ്റ്സ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ബട്ട് ഓൾ സ്റ്റാറ്റസ് ഫ്ലാഗ്സ് വിൽ ബി അഫക്റ്റഡ്. ആൻഡ് യു ഐ ഹോപ്പ് നോ the rules of OR operation. 0 or 0 0 ആണ്. 0 or 0, this is boolean OR. 0 equal to 0. 0 or 1 1 ആണ്. either this or this ഹൈ ആയാൽ ഔട്ട്പുട്ട് ഹൈ ആവും. അതുകൊണ്ടാണ് ഇതിനെ OR ഓപ്പറേഷൻ എന്ന് പറയുന്നത്. 1 or 0 1 ആണ്. 1 or 1 1 ആണ്. Now ORAM, this asks the processor to perform bitwise OR operation of the content of the accumulator with the content of the memory location pointed by HL pair. അപ്പോൾ ഇവിടെ 2 മെഷീൻ സൈക്കിൾ വേണ്ടി വരും. ഓപ്കോഡ് ഫെച്ച് ചെയ്തു. 4ാമത്തെ T സ്റ്റേറ്റിൽ ഡീകോഡ് ചെയ്തപ്പോൾ മനസ്സിലായി HL പെയർ പോയിന്റ് ചെയ്യുന്ന മെമ്മറിയിലെ കണ്ടന്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതും അക്യുമുലേറ്ററിലെ കണ്ടന്റുമായിട്ടാണ് OR ഓപ്പറേഷൻ നടത്തേണ്ടത്. അപ്പോൾ ഒരു മെമ്മറി റീഡും കൂടി നടത്തണം. 7 T സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അഡ്രസ്സിംഗ് മോഡ് ഇത് ഇംപ്ലിസിറ്റ് ആണ്. ഇത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആണ്. not immediate but register indirect. Now ORI or the immediate data with the content of the accumulator. That asks the processor to perform bitwise OR operation of the content of the accumulator with the immediate data being given as the second byte of the instruction. So basically it's a 2 byte instruction and there will be 2 different machine cycles, opcode fetch and memory read. Overall 7 different T states will be consumed. Addressing mode, this is implicit and this is immediate addressing mode because the operand itself is given as the immediate byte of the instruction. Now 3 XOR instructions. XRA are asking the processor to perform bitwise XOR operation of content of accumulator with the content of the register whose symbol is mentioned. XOR operation, there also I hope you will be knowing, if A and B are 2 inputs, then XOR will have an output A bar B or A B bar. Then the output status will be like this. If A and B are like this, A, B, and the output that is Y. When both are zeros, output is 0. When either of these inputs are high, output will be high. 0 XOR 1, that is 1. 1 XOR 0, that is 1. When both these are high, output will be low. That is exclusively OR operation. Output will be high if and only if exclusively one of the input is high. That is XOR operation. This bitwise operation will be performed as long as these 3 XOR instructions are concerned. This asks the processor to perform bitwise XOR operation of the content of the accumulator. XOR operation the symbol ആണ് ഇങ്ങനെ. This is for OR operation and once you proceed, this is for XOR operation. With the content of the register whose symbol is mentioned. 1 byte instruction ആണ്. opcode fetch മാത്രമേ ഉള്ളൂ. 4 T state മതി. addressing mode, register addressing mode. XOR operation of content of accumulator with the content of memory location pointed by HL pair.
അപ്പോൾ രണ്ട് മെഷീൻ സൈക്കിൾ ഉണ്ടാവും. ഓപ്കോഡ് ഫെച്ചും അക്യുമുലേറ്ററിലെ കണ്ടന്റ് ആണ് ഒന്ന്. പക്ഷേ രണ്ടാമത്തത് HL പോയിന്റ് ചെയ്യുന്ന മെമ്മറിയിലെ കണ്ടന്റ് റീഡ് ചെയ്യാനായിട്ടൊരു മെമ്മറി റീഡ് മെഷീൻ സൈക്കിളും കൂടി വേണം. ഓവറോൾ ടി സ്റ്റേറ്റ് 7 ടി സ്റ്റേറ്റ് വരും. അഡ്രസ്സിംഗ് മോഡ് ദാറ്റ് ഈസ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് ഫോർ ദിസ് ഓപ്പറന്റ് ആൻഡ് implicit for the first operand. Now XRI immediate data perform bitwise exclusive OR operation of the content of the accumulator with the immediate data being specified as the second byte of the instruction. So this is a 2-byte instruction, require 2 machine cycles, opcode fetch and memory read. Overall T states will be 7. Addressing mode immediately data is given as an operand, so it's immediate addressing mode. So these are the direct Boolean operation codes as long as 8085 processor is concerned. Now there are a few more logical instructions. First one, CMA, complement the content of the accumulator, asking the microprocessor to complement the present content of the accumulator. അപ്പോൾ അക്യുമുലേറ്ററിലുള്ള കണ്ടന്റിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അക്യുമുലേറ്ററിലുള്ള കണ്ടന്റിന്റെ സീറോസിനെയൊക്കെ 1 ആക്കി മാറ്റുക, 1-നെയൊക്കെ 0 ആക്കി മാറ്റുക. ദാറ്റ് ഹാസ് ദ മീനിങ് ഓഫ് ടേക്കിംഗ് വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദി നമ്പർ. അക്യുമുലേറ്ററിലുള്ള കണ്ടന്റിനെ കോംപ്ലിമെന്റ് ചെയ്യുക എന്നർത്ഥം. 1-byte ഇൻസ്ട്രക്ഷൻ ആണ്. ഓപ്കോഡ് ഫെച്ച് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ. 4 ടി സ്റ്റേറ്റ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്നൊക്കെയാണ് ടെക്സ്റ്റിൽ കാണുക. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇംപ്ലിസിറ്റ് ആണ്. അക്യുമുലേറ്ററിലുള്ള കണ്ടന്റ് തന്നെയാണ് കോംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ അക്യുമുലേറ്റർ എന്നുള്ളത് കൊണ്ട് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നു എന്ന് മാത്രം. Now CMC, complement the content of the carry status flag. ക്യാരി സ്റ്റാറ്റസ് ഫ്ലാഗിൽ ഉള്ള കണ്ടന്റ് എത്രയാണോ അത് 1 ആണെങ്കിൽ 0 ആക്കിയിട്ട് ക്യാരി സ്റ്റാറ്റസിൽ തന്നെ സ്റ്റോർ ചെയ്യുക, 0 ആണെങ്കിൽ 1 ആക്കിയിട്ട് ക്യാരി സ്റ്റാറ്റസിൽ തന്നെ സ്റ്റോർ ചെയ്യുക. സോ ദിസ് ആസ്ks the processor to complement the content of the carry status flag. 1-byte instruction, only requirement is opcode fetch. There is a total of only 4 different T states. Addressing mode, either you can tell it's register addressing mode or implicit addressing mode. Only carry status flag will be affected. Now STC asks the processor to set carry. Set ചെയ്യാന്ന് പറഞ്ഞാൽ 1 എന്നാക്കിയിട്ട് മാറ്റുക. This will ask the processor to make the carry status content 1. So that we say that carry is being set. 1-byte ഇൻസ്ട്രക്ഷൻ ആണ്. ഓപ്കോഡ് ഫെച്ച് മെഷീൻ സൈക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 ടി സ്റ്റേറ്റ് മതി. അഡ്രസ്സിംഗ് മോഡ് ഇസ് നോട്ട് ഇമ്മീഡിയറ്റ്, ബട്ട് യു ക്യാൻ സേ ഐദർ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ഓർ ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ് ആൾസോ ഹോൾഡ് ഗുഡ്. ക്യാരി സ്റ്റാറ്റസ് ഫ്ലാഗ് വിൽ ബി അഫക്റ്റഡ്. സെറ്റ് ക്യാരിന് മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ. അണ്ടർസ്റ്റുഡ് ആണ്. നൗ 3 കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻസ്. ഇൻ ഓൾ ദീസ് കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻസ് the content of the register or memory or data being specified here will be subtracted from the content of the accumulator and the result will be discarded. So there will be no modification for the content of the accumulator or the content of the second operand. Neither the first operand nor the second operand will be altered. The result will be discarded. But according with this subtraction, all the status flags will be affected. Now these comparison operations, compare R, ask the processor to compare content of the accumulator with content of the register whose symbol is mentioned. ഇത് ഏത് നമ്പറാ വലുത് എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അക്യുമുലേറ്ററിലെ കണ്ടന്റിൽ നിന്ന് ഈ ബി രജിസ്റ്ററിലെ കണ്ടന്റ് കുറച്ചു. അപ്പൊ ക്യാരി സെറ്റ് ആയാൽ അതിന്റെ മീനിങ് ബോറോ ആണ് വന്നത്. അക്യുമുലേറ്ററിലെ നമ്പർ ചെറുതും ഈ രജിസ്റ്ററിലെ നമ്പർ വലുതുമാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ റിസൾട്ട് ഇല്ല. ശരിക്ക് റിസൾട്ട് ഡിസ്കാർഡ് ചെയ്തു. അക്യുമുലേറ്ററിലെ കണ്ടന്റിന് മാറ്റമില്ല, രജിസ്റ്ററിലെ കണ്ടന്റിനും മാറ്റമില്ല. ബട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സബ്ട്രാക്ഷൻ ദ സ്റ്റാറ്റസ് ഫ്ലാഗ്സ് വിൽ ബി മോഡിഫൈഡ്. ദാറ്റ് വിൽ ബി യൂസ്ഡ് ടു assimilate whether the content of the accumulator is the bigger number or content of the register is the bigger number, or say vice versa, whether this one is smaller number or this one is smaller number. Now compare M.
ask the microprocessor to compare the content of the accumulator with the content of the memory location pointed by HL pair. Precisely, the subtraction will be performed, but the result will be discarded. There is no modification then for the content of the accumulator or for the content of the memory location pointed by HL.